മൾട്ടിഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അതിന്റെ പേരിൽ തന്നെ നമ്മുടെ പ്രോഡക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഓരോ പ്രോഡക്റ്റിനും അതിന്റെ പേരിൽ തന്നെ വലിയൊരു പഞ്ചുള്ള പേരാണ് നമ്മുടെ പ്രോഡക്റ്റിന്. മൾട്ടിഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ, അതുപോലെ തന്നെ വെൽ ഹാർട്ട്, കവചപ്രാശ്. കവചപ്രാശ് എന്ന് പറഞ്ഞാൽ കവചം പോലെ നമ്മളെ സംരക്ഷിക്കുന്ന ഭക്ഷണം എന്നാണ് അർത്ഥം. മൾട്ടിഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ എന്ന് പറഞ്ഞാൽ മൾട്ടി ഗാർഡിങ് ആണ്. എന്ന് പറഞ്ഞാൽ പല വിധത്തിലുള്ള സംരക്ഷണമാണ് നമ്മുടെ ശരീരത്തിന് ഈ പ്രൊഡക്റ്റ് കൊടുക്കുന്നത്. ആദ്യമായി തന്നെ ഈ പ്രൊഡക്റ്റിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മുൻകൂട്ടി പറയാനുണ്ട്. അതിലൊന്നാമത്തത്, ആദ്യം ബ്ലഡുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ രക്തം ശുദ്ധീകരിക്കുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ രക്തം എന്താണെന്നുള്ളൊരു ചെറിയ അറിവ് നമുക്ക് ഉണ്ടായിരിക്കണം. അതിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെഹിക്കിൾ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഒരു വാഹിനിയാണ്. ഇലക്ട്രിസിറ്റി, കറണ്ടിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട്, വോൾട്ടേജ് ഇങ്ങനെ കുറഞ്ഞും കൂടിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങളോട് എന്താ പറയാ, ചിലപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാനും കേൾക്കാനൊക്കെ പറ്റിയെന്ന് വരില്ല. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സൗണ്ടിന്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് എന്നോട് ആ സമയത്ത് ആരെങ്കിലും ഒന്ന് സൂചിപ്പിക്കണം. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇറ്റ്സ് എ വെഹിക്കിൾ, ഇതൊരു വാഹിനിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തില് രക്തം എന്ന് പറയുന്നത് ഒരു വാഹകമാണെന്ന് ഒരു വാഹിനിയാണെന്ന് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. നമ്മുടെ ശരീരഭാരത്തിന്റെ, നിങ്ങൾക്ക് എത്രയാണോ നിങ്ങളുടെ ശരീരഭാരമുള്ളത് ആ ഭാരത്തിന്റെ 8% ബ്ലഡ് ആയിരിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കൂടാതെ ബ്ലഡിനെ രക്തകോശങ്ങളുണ്ട്. ബ്ലഡിനെ വേർതിരിക്കുകയാണെങ്കിൽ നമുക്ക് WBC എന്ന് പറഞ്ഞാൽ വൈറ്റ് ബ്ലഡ് സെൽസ്, അതുപോലെ തന്നെ RBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ മുതലായ രൂപത്തിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാം, രക്തകോശങ്ങളെ വേർതിരിക്കാം നമുക്ക്. അപ്പോൾ ഇത് നിങ്ങൾ ആദ്യമായി തന്നെ രക്തം എന്താണെന്നുള്ളൊരു കൃത്യമായ കാര്യം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇതിൽ ഓരോന്നിന്റെ ധർമ്മമാണ്. ധർമ്മം എന്തെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഈ രക്തത്തിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓക്സിജനെയും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മൾ ശ്വസിക്കുന്ന വായുവിനെയും ശുദ്ധവായുവിനെയും അതുപോലെ തന്നെ നമ്മുടെ ഭക്ഷണത്തിലൂടെ നമുക്ക് കിട്ടുന്ന നമ്മുടെ പോഷകങ്ങളെയും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്ന ഒരു ധർമ്മമാണ് പ്രധാനപ്പെട്ടും ഈ ബ്ലഡിനുള്ളത്. കൂടാതെ ഇതിൽ WBC എന്ന് പറയുന്നത് അതൊരു സോൾജിയർ ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തില് പട്ടാളത്തെ പോലെ നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കാക്കുന്ന സോൾജിയേഴ്സിനെ പോലെ നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്ന രോഗാണുക്കളെ പ്രതിരോധിക്കലാണ് WBCയുടെ ധർമ്മം എന്ന് പറയുന്നത്. രണ്ടാമത്തത് RBC ആണ്, റെഡ് ബ്ലഡ് സെൽസ് എന്ന് പറയും. റെഡ് ബ്ലഡ് സെൽസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം ഹീമോഗ്ലോബിൻ ആണ്. ഈ ഹീമോഗ്ലോബിന്റെയും റെഡ് ബ്ലഡ് സെൽസിന്റെയും എല്ലാം പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ പ്രവാഹമാണ്. ഓക്സിജനെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എല്ലാ കോശങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് RBCയുടെ പ്രധാനപ്പെട്ട ധർമ്മം. പിന്നെ മൂന്നാമത്തത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറയുന്നത് ഇതില് നമ്മുടെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായാൽ രക്തം ഒഴുകിപ്പോകാതിരിക്കാൻ, നമ്മുടെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകിപ്പോകാതിരിക്കാനുള്ള രക്തം കട്ട പിടിപ്പിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് പ്ലേറ്റ്ലെറ്റ്. അതുപോലെ തന്നെ വൂണ്ട് ഹീലിംഗ് എന്ന് പറയുന്നത്, മുറിവ് ഉണക്കുക എന്നുള്ളൊരു ധർമ്മം കൂടി പ്ലേറ്റ്ലെറ്റ്സിന് ഉണ്ട്. പിന്നെ ഇതിലുള്ള ഒരു ഘടകമാണ്, ഇതിന്റെ ബ്ലഡിലുള്ള ലിക്വിഡ് ഫോം ആണ്, പ്ലാസ്മ എന്ന് പറയും. അപ്പോൾ നമ്മൾ രക്തം എന്താണെന്നും രക്തത്തിലുള്ള രക്തകോശങ്ങൾ എന്താണെന്നും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി നമ്മൾ ബ്ലഡ് പ്യൂരിഫയർ, നമ്മൾ രക്തം ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ രക്തം എങ്ങനെ മലിനമാകുന്നു എന്നുള്ളതും കൂടി നമ്മൾ എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നന്നായിരിക്കും. രക്തം മലിനമാകാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒന്ന് ശ്വസനമാണ്. നമ്മളിപ്പോൾ ശുദ്ധവായു അകത്തേക്ക് എടുക്കുമ്പോൾ അത് ഹീമോഗ്ലോബിന്റെ സഹായത്തോടു കൂടി ഈ ഓക്സിജനെ എല്ലാ കോശങ്ങളിലേക്കും എത്തിയതിനു ശേഷം ഈ കോശങ്ങളിൽ നിന്ന് വരുന്ന വേസ്റ്റ് ഉണ്ട്, ആ വേസ്റ്റായ കാർബൺ ഡൈ ഓക്സൈഡിനെ വീണ്ടും നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തി പുറന്തള്ളുന്ന ഒരു പ്രവർത്തനം, അതാണ് ഈ ശ്വസന കർമ്മം എന്ന് പറയുന്ന ധർമ്മം എന്തിനുണ്ട്, ബ്ലഡിനുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ശ്വസന കർമ്മത്തിലൂടെ നമ്മുടെ ഓക്സിജനെ
അകത്തേക്ക് എടുത്ത് കാർബൺ ഡൈ ഓക്സൈഡിനെ പുറന്തള്ളുമ്പോൾ നമ്മുടെ രക്തത്തില് കാർബൺ ഡൈ ഓക്സൈഡും ബ്ലഡുമായി കലരുന്നുണ്ട്, അങ്ങനെ മലിനമാകുന്നു എന്ന് പറയുന്നു. പിന്നെ നമ്മള് ഇതിൽ തന്നെ നമുക്ക് ശുദ്ധവായു എപ്പോഴും കിട്ടണമെന്നില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ശ്വസിക്കുന്ന വായുവിൽ തന്നെ മാലിന്യമുണ്ടെങ്കിൽ അങ്ങോട്ട് പോകുന്നത് തന്നെ മലിനമായ വായുവാണ്, ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും മലിനമാകുന്നു. അങ്ങനെ നമ്മുടെ ബ്ലഡ് മലിനമാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പിന്നെ ദഹനകർമ്മം എന്ന് പറയും. ദഹനകർമ്മം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു വാഹിനിയാണ്. ഈ ബ്ലഡ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയുള്ള പോഷകങ്ങളെ എല്ലാ കോശങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളൊരു ധർമ്മം കൂടി ഇതിനുണ്ട്. ആ ദഹന കർമ്മത്തിലൂടെ ഈ ന്യൂട്രിയൻസിനെ, പോഷകങ്ങളെ എല്ലാം കോശങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ അതിൽ നിന്നും ഈ കോശങ്ങൾ പുറന്തള്ളുന്ന വേസ്റ്റ് ഉണ്ട്. ആ വേസ്റ്റ് എന്ന് വെച്ചാൽ ഒന്ന് സോഡിയമാണ്, ഉപ്പ്, സോഡിയം, അതുപോലെ തന്നെ യൂറിയ പോലുള്ള വേസ്റ്റുകളുണ്ട്, ബിലിറുബിൻ പോലുള്ള വേസ്റ്റുകളുണ്ട്. ആ വേസ്റ്റുകളെയെല്ലാം എന്താ പറയാ, ഈ ബ്ലഡിലൂടെ നമ്മുടെ പുറന്തള്ളുമ്പോൾ എന്ത് ചെയ്യുന്നു, അങ്ങനെയും ഈ യൂറിയയും സോഡിയവും ഒക്കെ കലർന്ന് നമ്മുടെ ബ്ലഡ് മലിനമാകുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോ അത് കൂടാതെ തന്നെ ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ശരിക്കും പറയുന്നത് നമ്മൾ നല്ലോണം വ്യായാമം ചെയ്യണമെന്ന് പറയുന്നു. എന്തിനാണ് വ്യായാമം ചെയ്യുന്നത്? അതുപോലെ തന്നെ നല്ല ഭക്ഷണം എന്ന് വെച്ചാൽ കൊഴുപ്പടങ്ങിയ ഭക്ഷണം കഴിക്കാതിരിക്കുക, കൂടുതലും പച്ചക്കറികളും പഴങ്ങളും ഒക്കെ കഴിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. എന്തിനാണ് നമ്മൾ അങ്ങനെ കഴിക്കുന്നത്? നമ്മുടെ ബ്ലഡ്, നമ്മുടെ ശരീരം അശുദ്ധമാകാതിരിക്കാനാണ്. ഒന്ന് പിന്നെ നല്ലോണം വെള്ളം കുടിക്കാൻ പറയുന്നുണ്ട്. അത് ഞാൻ അടുത്ത ഘട്ടത്തിൽ നിങ്ങളോട് പറയും. നല്ലോണം വെള്ളം കുടിക്കുക, നല്ലോണം വ്യായാമം ചെയ്യുക, അതുപോലെ തന്നെ നല്ലോണം നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക, കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കുറയ്ക്കുക. ഇതൊക്കെ എന്താവും, നമ്മുടെ ബ്ലഡിനെ ശുദ്ധീകരിക്കാൻ വേണ്ടിയുള്ള ഒരു പ്രവർത്തനമായിട്ട് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ എന്ത് പഠിച്ചു? ഒന്ന് രക്തം എന്താണെന്ന് പഠിച്ചു, രക്തകോശങ്ങളെ കുറിച്ച് പഠിച്ചു, അതുപോലെ തന്നെ രക്തം എങ്ങനെ മലിനമാകുന്നു എന്നുള്ളത് ഒക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. പിന്നെ ഇനി അടുത്തതാണ് ഇതിനെ ശുദ്ധീകരിക്കാൻ നമ്മുടെ ബോഡി തന്നെ ഓൾറെഡി രക്തശുദ്ധീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട ഭാഗമാണ് ഞാൻ നേരത്തെ പറഞ്ഞു, വിയർപ്പിലൂടെ സോഡിയം അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളെയൊക്കെ പുറന്തള്ളുന്നുണ്ട്. സോഡിയം, യൂറിയ പോലുള്ള, ബിലിറുബിൻ പോലുള്ള സാധനങ്ങളെയൊക്കെ പുറന്തള്ളുന്നതിന്റെ 3 ക്ലിയറിംഗ് പ്രവർത്തനമാണ്. ഒന്ന് എന്താ പറയാ, മലത്തിലൂടെ വേസ്റ്റിനെ പുറന്തള്ളുക. രണ്ടാമത്തത് മൂത്രത്തിലൂടെ വേസ്റ്റിനെ പുറന്തള്ളുക. മൂന്നാമത്തതാണ് വിയർപ്പിലൂടെ ബ്ലഡിനെ ഈ വേസ്റ്റിനെ പുറന്തള്ളുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ വ്യായാമം ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിയർപ്പിലൂടെ വേസ്റ്റിനെ പുറന്തള്ളും. അതുപോലെ തന്നെ നല്ലോണം വെള്ളം കുടിച്ചാൽ മൂത്രത്തിലൂടെ വേസ്റ്റിനെ പുറന്തള്ളും. പിന്നെ എന്താ പറയാ, നല്ല നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിച്ചാൽ, കൊഴുപ്പടങ്ങാത്ത പ്രോട്ടീൻ അടങ്ങിയ നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മോഷൻ ക്ലിയർ ആവുകയും നമ്മുടെ മലത്തിലൂടെയും മാക്സിമം വേസ്റ്റുകളെ നമുക്ക് പുറന്തള്ളാൻ വേണ്ടി സാധിക്കും. അപ്പോ ഇതാണ് ശരീരം നടത്തുന്ന എന്താ പറയാ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ്, ഈ ബ്ലഡ് പ്യൂരിഫയർ, മൾട്ടിഗാർഡ് ബ്ലഡ് പ്യൂരിഫയർ എങ്ങനെയാണ് ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നത് എന്നുള്ളത്, നമ്മുടെ ശരീരത്തിന് എന്ത് ധർമ്മമാണ് ഇത് ചെയ്യുന്നത് എന്നാണ് അടുത്ത് ഞാൻ നിങ്ങളോട് പറയാൻ വേണ്ടി പോകുന്നത്. നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്യണം. ബ്ലഡ് പ്യൂരിഫയർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ശുദ്ധീകരണ പ്രവൃത്തിയെ എളുപ്പമാക്കുക, അല്ലെങ്കിൽ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ധർമ്മം. അവയവങ്ങളുടെ ശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്യൂരിഫയറിൽ കൃത്യമായി പറയുന്നുണ്ട്, ആന്തരിക അവയവങ്ങളായ കരള്, പാൻക്രിയാസ്, കിഡ്നിനൊക്കെ ക്ലിയർ ചെയ്യുന്നുണ്ട് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഓരോ ഇൻഗ്രീഡിയൻസും ഞാൻ പറയുമ്പോൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാകും എങ്ങനെയാണ് ഈ ശുദ്ധീകരണ പ്രവൃത്തി നടക്കുന്നത്. നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്യണം, ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ യൗവനം നിലനിർത്തുക. യൗവനം നിലനിർത്താനുള്ള പ്രധാനപ്പെട്ട ഘടകം എന്ന് വെച്ചാൽ നമ്മുടെ ത്വക്കിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കും. ത്വക്കിലുണ്ടാകുന്ന കുറെ പ്രശ്നങ്ങൾ, കറുത്ത പാടുകള്, ചുണങ്ങുകള്, അതുപോലെ തന്നെ ചൊറിച്ചല് എന്ന് വേണ്ട സോറിയാസ് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെല്ലാം ബ്ലഡ് പ്യൂരിഫയർ കൊണ്ട് കഴിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കൃത്യമായി അതിന്റെ ആ പ്രൊഡക്റ്റ് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഒരു വർഷത്തിൽ ഇത്ര എന്ന കണക്കിന് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ രോഗത്തിന്റെ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിന്റെ അനുസരിച്ചിരിക്കും എത്ര ഉപയോഗിക്കണം എന്നുള്ളത്. നിങ്ങളുടെ ലീഡേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോ
ഈ ശുദ്ധീകരണം എളുപ്പമാക്കുക എന്നുള്ളതാണ് ബ്ലഡ് പ്യൂരിഫയറിന്റെ പ്രധാനപ്പെട്ട ധർമ്മം. ഇതില് അടുത്തതായി ഞാൻ ബ്ലഡ് പ്യൂരിഫയറിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ആദ്യമായി തന്നെ നീർമരുത് എന്ന് പറയുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഒരു പ്രധാന കണ്ടന്റ്. ഈ നീർമരുതിന്റെ ധർമ്മം എന്ന് പറയുന്നത് ഹൃദയത്തിൽ നിന്നും പുറന്തള്ളുന്ന ബ്ലഡിന്റെ അളവ് വർദ്ധിപ്പിക്കുക. പ്രധാനപ്പെട്ട ധർമ്മമാണ് ഹൃദയത്തിൽ നിന്നും പുറന്തള്ളുന്ന ബ്ലഡിന്റെ അളവ് വർദ്ധിപ്പിക്കുക. കൂടാതെ TA65 എന്ന് പറയുന്ന ഒരു മോളിക്യൂള് ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് നമ്മുടെ ആന്റി ഏജിങ് ആണ്. നമ്മുടെ ശരീരത്തിന് ഏജിങ് ഇല്ലാതെ ആന്റി ഏജിങ്, നമുക്ക് പ്രായമാവാതെ നോക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് TA65 എന്ന് പറയുന്ന ഒരു ഘടകം. അതുപോലെ തന്നെ ഹൃദ്രോഗത്തിനെ തടയുന്നു നീർമരുത്. കൂടാതെ ഇന്ന് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു സ്ത്രീകളിലാണ് കൂടുതലും കണ്ടുവരുന്ന ഒരു 40 വയസ്സിന് ശേഷം സ്ത്രീകൾ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് എല്ല് പൊടിഞ്ഞു പോകുക, എല്ല് തേയ്മാനം. സർക്കാരിന്റെ ഒരു പദ്ധതി തന്നെ ഉണ്ട്, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പ്രൊജക്ട് എന്നാണ് അതിന് പറയാ. ഇത് ആയുഷ് വകുപ്പിന് കീഴിലാണ് ഈ പ്രൊജക്ട് ഉള്ളത്. അപ്പോ ഇത് ഇങ്ങനെയൊക്കെ പ്രൊജക്ട് സർക്കാർ വെച്ചിരിക്കുന്നത് ഈ പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് സ്ത്രീകൾ ഉൾപ്പെടെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ബ്ലഡ് പ്യൂരിഫയർ ഉപയോഗിക്കേണ്ടതിന്റെ മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കേണ്ടതിന്റെ ഒരു ആവശ്യകത കൂടിയാണ് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഹൃദ്രോഗം തടയപ്പെടും. എല്ല് പൊടിയൽ പോലുള്ള പ്രശ്നങ്ങൾ, എല്ല് തേയ്മാനം പോലുള്ള പ്രശ്നങ്ങൾക്ക് ഇത് ഗുണം ചെയ്യും ഈ നീർമരുത് എന്ന് പറയുന്ന കണ്ടന്റ്. നീർമരുതിന്റെ പ്രധാന ഭാഗം എന്ന് പറയുന്നത് ഇതിന്റെ തൊലിയാണ്. ഇതിന്റെ തൊലിയാണ് എന്ത് ചെയ്യുക, ഔഷധത്തിന് ഉപയോഗിക്കുന്ന അർജുന എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങൾ പഠിച്ച ബുക്കിൽ ചിലപ്പോൾ അർജുന എന്നായിരിക്കും ഉണ്ടാവുക. അർജുന എന്ന് പറയുന്ന സംസ്കൃത വാക്കാണ്. കൂടാതെ കീഴാർ നെല്ലിയെ പറയുന്നത് രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ആണ്. ആയുസിന്റെ മരുന്ന് എന്നാണ് കീഴാർ നെല്ലി അറിയപ്പെടുന്നത്. ആയുസിന്റെ മരുന്ന്. ഇത് പ്രധാനപ്പെട്ടത് ഞാൻ നേരത്തെ പറഞ്ഞു, ആന്തരിക അവയവങ്ങളുടെ ശുദ്ധീകരണം, ബ്ലഡ് പ്യൂരിഫയറിന്റെ വേറൊരു ധർമ്മം പറഞ്ഞു. അതിൽ വരുന്നതാണ് കീഴാർ നെല്ലിയില് ലിവറിനെ ക്ലിയർ ചെയ്യുക, മഞ്ഞപ്പിത്തം ഇല്ലാതെയാക്കുക. അതുപോലെ തന്നെ BP കൺട്രോൾ ചെയ്യുക. നമ്മുടെ ഹൃദയമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് BP, ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുക, ഷുഗറിനെ കൺട്രോൾ ചെയ്യുക. കീഴാർ നെല്ലിയുടെ ധർമ്മങ്ങളാണ് ഞാൻ പറയുന്നത്. വ്രണങ്ങൾക്കും നീരിനും എന്ന് പറഞ്ഞാല് വെരിക്കോസ് വന്ന ആൾക്ക് നമ്മൾ ബ്ലഡ് പ്യൂരിഫയർ കൊടുക്കാം എന്ന് നമ്മുടെ ലീഡേഴ്സ് പറഞ്ഞിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോ നീരിനും വ്രണങ്ങള് ഉണങ്ങാനും എന്ത് കൊടുക്കാം, നമുക്ക് ഈ ബ്ലഡ് പ്യൂരിഫയർ നമുക്ക് കൊടുക്കാം. അതുപോലെ തന്നെ ഡയോറിക് ആണ് എന്ന് പറഞ്ഞാൽ മൂത്രാശയ സംബന്ധമായ ക്ലിയറിങ്. കീഴാർ നെല്ലി നമുക്കറിയാം മഞ്ഞപ്പിത്തത്തിന് ഇപ്പോഴും നമ്മുടെ പാരമ്പര്യമായി എടുക്കുന്ന ചികിത്സയാണ് ഇളനീർ വെള്ളത്തിൽ കീഴാർ നെല്ലി അരച്ചിട്ട് കഴിച്ചു കഴിഞ്ഞാൽ മഞ്ഞപ്പിത്തം മാറുന്നുള്ളത് നമുക്ക് ഒക്കെ അറിയുന്ന കാര്യമാണ്. കൂടാതെ കിഡ്നി, നമ്മുടെ മൂത്രാശയ സംബന്ധമായ കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ ബെറ്റർ ആക്കുമ്പോൾ മൂത്രം നന്നായി പുറത്തു പോകുന്ന തരത്തിലേക്ക് നമ്മുടെ കിഡ്നിയെ ക്ലിയർ ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് കീഴാർ നെല്ലി. അടുത്ത് തഴുതാമയാണ്. തഴുതാമ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇതിന്റെ ഒരു ഗുണമെന്ന് പറയുന്നത്, ഒന്ന് തഴുതാമ സ്ഥിരം നിങ്ങൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആന്റി ഏജിങ് ആയിട്ട് ഇത് പ്രവർത്തിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മുടെ ത്വക്കിന്റെ ആരോഗ്യം ബെറ്റർ ആക്കും. അപ്പോൾ തഴുതാമയുടെ മറ്റ് കുറച്ച് സവിശേഷതകൾ കൂടി ഞാൻ നിങ്ങളോട് പറയാണ്. ഒന്ന്, പക്ഷവാത സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾക്ക് നമുക്ക് ബ്ലഡ് പ്യൂരിഫയർ ആളുകൾക്ക് കൊടുക്കാം. അപ്പോൾ ഇതില് പക്ഷവാത സംബന്ധമായിട്ടുള്ള കുറെ പ്രയാസങ്ങൾ മാറ്റാൻ തഴുതാമയ്ക്ക് സാധിക്കും എന്നുള്ളത് ഇതിലെ ഇൻഗ്രീഡിയന്റ് സാധിക്കും. അതുപോലെ തന്നെ ഹൃദ്രോഗത്തിന് എന്ത് ചെയ്യണ്ടേ, ചെറുക്കുന്നുണ്ട്. ചർമ്മരോഗങ്ങള്, നേത്രരോഗം. അപ്പോൾ എന്തിനൊക്കെ നമുക്ക് ബ്ലഡ് പ്യൂരിഫയർ കഴിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവും എന്നുള്ള ഇതിൽ ഓരോ പോയിന്റുകളും നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്റ്റ് കൃത്യമായി മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ രക്തവാദം, ഉറക്കില്ലായ്മ, ക്ഷീണത്തെയൊക്കെ അകറ്റുന്നുണ്ട് ഈ തഴുതാമ എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ്. പിന്നെ അടുത്തതാണ് കറുവപ്പട്ട എന്ന് പറയുന്നത് നമ്മുടെ വയറിന്റെ ആരോഗ്യം ബെറ്റർ ആക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ദഹന കർമ്മമാണ് ഇതിനുള്ളത്. അതുപോലെ തന്നെ വാദം, അണുബാധ, പ്രമേഹത്തിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. പിന്നെ കൂടാതെ അടുത്തൊരു ഇൻഗ്രീഡിയന്റ് ആണ് തിപ്പല്ലി എന്ന് പറയുന്നത് കരളിന്റെ ആരോഗ്യമാണ്. അതുപോലെ തന്നെ അർബുദത്തെ ചെറുക്കും എന്നാണ് പറയുന്നത് തിപ്പല്ലി എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ്.
അപ്പൊ ബ്ലഡ് പ്യൂരിഫയർ കഴിച്ചു കഴിഞ്ഞാല് നമുക്ക് അർബുദത്തിനെതിരായിട്ടുള്ള ഒരു പ്രവർത്തനം കൂടി ഇതിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അടുത്തത് രാമച്ചമാണ്. രാമച്ചത്തിന്റെ പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇതില് ഉഷ്ണരോഗങ്ങളെ, നമ്മുടെ ശരീരത്തെ തണുപ്പിക്കാനുള്ള കഴിവ് രാമച്ചത്തിനുണ്ട്. അങ്ങനെ ഉഷ്ണരോഗങ്ങളെ ചെറുക്കാനുള്ള, നമുക്ക് തൊലിപ്പുറത്തുണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ രാമച്ചം എന്ന് പറയുന്ന ഇൻഗ്രീഡിയന്റ് എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഗുണം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അടുത്തതാണ് മഞ്ചട്ടി. മഞ്ചട്ടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ മഞ്ചട്ടിയുടെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് ഒന്ന് വർണ്ണ്യമാണ്. നമ്മുടെ ഇതിനെ വർണ്ണ്യം എന്ന് പറയുന്ന ഒരു ധർമ്മമാണ് ഈ ബ്ലഡ് പ്യൂരിഫയറിലുള്ളത്. ഇത് മാലിന്യ നിവാരണമാണ് പ്രധാനപ്പെട്ടത്. മാലിന്യ നിവാരണം, അതുപോലെ തന്നെ ത്വക്കിന്റെ ആരോഗ്യം ബെറ്റർ ആക്കുക, മൂത്രം വർദ്ധിപ്പിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ശരീരത്തിന്റെ ഓൾറെഡി ഉള്ള ഒരു ക്ലീനിങ് പ്രവർത്തനമാണ് മൂത്രത്തിലൂടെ പുറന്നുള്ളത്. അപ്പൊ മൂത്രം വർദ്ധിപ്പിക്കുമ്പോൾ നമ്മുടെ കിഡ്നിയുടെ ആരോഗ്യം ബെറ്റർ ആവുന്നു. നമ്മുടെ ഈ എന്താ പറയാ ക്ലീനിങ് പ്രവർത്തനം കുറച്ചുകൂടി ബൂസ്റ്റ് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ നീര് ഇല്ലാതെയാക്കും. പിന്നെ ഹീമോഗ്ലോബിന്റെ അളവ് വർദ്ധിപ്പിക്കും. നമ്മൾ മനസ്സിലാക്കണം, മഞ്ചട്ടി എന്ന് പറയുന്ന ഹീമോഗ്ലോബിൻ ഇപ്പൊ ഇന്ന് അനുഭവിച്ച സ്ത്രീകൾ ഉൾപ്പെടെ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് രക്തക്കുറവ്, ഹീമോഗ്ലോബിന്റെ കുറവ്. അപ്പോൾ ഹീമോഗ്ലോബിന്റെ കുറവ് ഉള്ള ആളുകൾക്ക് നമുക്ക് ബ്ലഡ് പ്യൂരിഫയർ കൊടുക്കാം. ബ്ലഡ് പ്യൂരിഫയർ കൊടുത്തു കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ വർദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഹീമോഗ്ലോബിന്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത് ഓക്സിജനെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ്. ഓക്സിജൻ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുമ്പോൾ നമ്മുടെ ക്ഷീണം, തളർച്ച മുതലായ പ്രശ്നങ്ങൾ മാറിക്കിട്ടുന്നു. നമുക്ക് എപ്പോഴും ഉന്മേഷഭരിതരായി നിൽക്കുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് ഇതിൽ പറയുന്നത് നമുക്ക് ക്ഷീണം തളർച്ചയൊക്കെ മാറ്റുന്ന ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാറ്റും എന്ന് പറയുന്ന ഈ ഇൻഗ്രീഡിയൻസ് ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അടുത്തതായി പിന്നെ ചർമ്മരോഗങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ മഞ്ചട്ടി ചെറുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വൂണ്ട് ഹീലിംഗ് ആയിട്ട് പ്രവർത്തിക്കുന്നു. അപ്പൊ വെരിക്കോസ് വെയിൻ വന്ന ആളുകൾക്ക് ഈ ബ്ലഡ് പ്യൂരിഫയർ കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രക്തം ശുദ്ധീകരിക്കുന്നതിനോടൊപ്പം തന്നെ ഇവർക്ക് ചെറിയ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ, നീരുകൾ ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റും എന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതിൽ അടങ്ങിയിരിക്കുന്ന മഞ്ചട്ടി പോലുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതുപോലെ തന്നെ ഉലുവയൊക്കെ നിങ്ങൾ നോട്ട് ചെയ്യണം. നമ്മൾ അടുത്ത പ്രൊഡക്റ്റ് ആയ വെൽഹാർട്ടിലും ഇതൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഉലുവ ഹൃദയാരോഗ്യത്തെ ആണ് പ്രധാനപ്പെട്ടത് സംരക്ഷിക്കുന്നത്. ചീത്ത കൊളസ്ട്രോളിനെ ഇല്ലാതാക്കുന്നു. അതുപോലെ തന്നെ ഷുഗറിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറഞ്ഞാല് നമ്മുടെ നിത്യം ഭക്ഷണത്തിലൂടെ നമ്മുടെ അകത്തേക്ക് ചെല്ലുന്ന കൊഴുപ്പുകളാണ് ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എല്ലാം കൊഴുപ്പ്, ട്രൈഗ്ലിസറൈഡ്സ് കൂടിയ ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് കൊളസ്ട്രോൾ ലെവലൊക്കെ കുറക്കാൻ ഈ ഉൽപ്പന്നം സഹായിക്കുന്നുണ്ട് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ മരമഞ്ഞളാണ്. മരമഞ്ഞളിന്റെ പ്രധാനപ്പെട്ട വിഷഹരം എന്നാണ് അറിയപ്പെടുന്നത്. വിഷഹരം എന്ന് പറഞ്ഞാൽ ആന്റി സെപ്റ്റിക് ആയിട്ടും അതുപോലെ തന്നെ ആന്റിബയോട്ടിക് ആയിട്ടും ഈ മരമഞ്ഞൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് വെരിക്കോസ് വെയിൻ പോലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ മുറിവ് ഉണക്കാൻ വേണ്ടി അതിനു വേണ്ടി സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയന്റ് മരമഞ്ഞൾ. ഇതിനടുത്ത് ഇരട്ടി മധുരമാണ്. ഇരട്ടി മധുരം വാദം, പിത്തം, അതുപോലെ തന്നെ അർബുദം, ത്വക്ക് രോഗങ്ങളെയൊക്കെ ചെറുക്കാനുള്ള സവിശേഷത ഇരട്ടി മധുരത്തിനുണ്ട്. അപ്പോൾ അടുത്ത ഒരു ഇൻഗ്രീഡിയന്റ് ആണ് നെല്ലിക്ക എന്ന് പറയുന്നത്. നെല്ലിക്ക പ്രധാനപ്പെട്ട ദഹനം, അതുപോലെ തന്നെ കൊളസ്ട്രോളിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്, രക്തസമ്മർദ്ദം കൺട്രോൾ ചെയ്യുന്നുണ്ട്, രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നത്, വെച്ചാൽ ബ്ലഡ് സർക്കുലേഷൻ മെച്ചപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസ്. അപ്പോൾ ഒരിക്കൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് നീർമരുതാണ്, അതുപോലെ തന്നെ രണ്ടാമത്തെ കീഴാർ നെല്ലിയാണ്, മൂന്നാമത്തെ തഴുതാമയാണ്, നാലാമത്തെ കറുവപ്പട്ട, അതുപോലെ തന്നെ അഞ്ചാമത്തെ തിപ്പല്ലി, ആറാമത്തെ രാമച്ചം, ഏഴാമത്തെ നീർമാതളം, അതുപോലെ തന്നെ മഞ്ചട്ടി മുതലായ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ഉള്ളത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇത് കണക്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ എഴുതി വെച്ച് കണക്ട് ചെയ്തിട്ട് എങ്ങനെയൊക്കെ നമ്മുടെ ബ്ലഡ് പ്യൂരിഫയർ നമ്മുടെ ശരീരത്തിനെ പല പ്രശ്നങ്ങളിൽ നിന്നും ശുദ്ധീകരണം എളുപ്പമാക്കുന്നതിനും അതുപോലെ തന്നെ അവയവങ്ങളുടെ ശുദ്ധീകരണത്തിനും യൗവനം നിലനിർത്താനൊക്കെ
എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളത് നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കി നിങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് ഒരു അഭ്യർത്ഥന നിങ്ങളോട് വെക്കാനുള്ളത്. ഡെയിലി 2 ടീസ്പൂൺ വെച്ചിട്ടാണ് ബ്ലഡ് പ്യൂരിഫയർ നമ്മൾ കഴിക്കേണ്ടത്. 2 ടീസ്പൂൺ ട്വൈസ് എ ഡേ. 12 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ ആണ്, 12 വയസ്സിന് മുകളിലുള്ള ആളുകളാണ് ഇതിൽ കഴിക്കണം എന്നാണ് നമ്മുടെ ഇതിൽ പറഞ്ഞിട്ട്. ഭക്ഷണത്തിന് ശേഷമാണ് കഴിക്കേണ്ടത് എന്നുള്ളതും കൂടി പറയാണ്.